ഹാസ്യത്തിന്റെ വേറിട്ടൊരു മുഖവുമായി മലയാള ടെലിവിഷൻ പ്രേക്ഷകരുടെ ഹൃദയങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് ഫൺസ് അപ്പോൺ എ ടൈം. ഫൺസ് അപ്പോൺ എ ടൈമിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മുടെ സ്വന്തം കോമഡി സ്റ്റാർസിനെ, കോമഡി കിങ്സിനെ സ്വാഗതം ചെയ്യുകയാണ്. ലെറ്റ് മീ ഫസ്റ്റ് വെൽക്കം our beloved രമേശ് പിഷാരടി ചേട്ടൻ. വെൽക്കം. The comedy king സാജു നവോദയ. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ സ്റ്റാൻഡപ്പ് കൊമേഡിയനെ വെൽക്കം ചെയ്താലോ? ലെറ്റ്സ് വെൽക്കം ഹാരിസ്ലാൻ ഫ്രം കോഴിക്കോട്. ഹാരിസ്ലാൻ, ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം. താങ്ക് യു. ഒരുപാട് സന്തോഷം. രമേശേട്ടാ, ഹാരിസ്ലാനെ നമുക്ക് അറിയാവുന്ന ആളാണല്ലോ, അപ്പം വിശേഷങ്ങളൊന്നും ഇനി പറയാനില്ല. പുതിയ തമാശകൾ പറയുന്നു, നമ്മളെല്ലാം പൊട്ടിച്ചിരിക്കുന്നു, ഗംഭീരമാക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. രമേശ് ചേട്ടൻ പറയുന്ന കാര്യങ്ങളൊക്കെ പട്ടപ്പട്ടേ നടക്കട്ടെ. പെർഫോമൻസിലേക്ക് പോയാലോ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമർ അക്ബർ ആന്റണിയിൽ പിസ ഡെലിവറി ചെയ്യാൻ പോയ ഇന്ദ്രജിത്തിന്റെ അവസ്ഥയാണ്. ഇവിടുന്ന് വിളിച്ചപ്പോൾ ഓടി പഠിച്ച് ഇങ്ങോട്ട് എത്തിയെന്നല്ലാണ്ട് പ്രത്യേകിച്ച് അങ്ങ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. നാട്ടിലെ അവസ്ഥ നമുക്കൊക്കെ അറിയാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൃഗശാലയിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടിട്ട് സർക്കസ് കൂടാരത്തിലേക്ക് ഓടിക്കേറി ആനയുടെയും കടുവേൻ്റെയും ഒക്കെ അവസ്ഥയാണ് നമുക്ക്. കാരണം ലോക്ക്ഡൗൺ സമയത്ത് വീട്ടിൽ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിരുന്നാൽ മതിയായിരുന്നു. ഇപ്പം ഇത് തുറന്ന് പുറത്തെത്തി കഴിഞ്ഞപ്പോൾ നിക്കക്കളി ഇല്ലാണ്ട് ഒറ്റക്കാലിൽ നിന്നിട്ട് സർക്കസ് കാണിച്ച് ജീവിതം കൂട്ടിമുട്ടിക്കേണ്ട ഒരു അവസ്ഥയാണ്. പുറത്തിറങ്ങി നടക്കണമെങ്കിൽ നമുക്ക് വാക്സിൻ എടുക്കണം. പൂരപ്പറമ്പിലേക്ക് നെറ്റിപ്പട്ടവും ചാർത്തി ആനയെ എന്നുള്ളിക്കുന്നത് ആരും ആനയുടെ പെർമിഷൻ വാങ്ങിയിട്ടല്ല. ഇതുപോലെ യൂണിഫോമും ചാർത്തി സ്കൂളിലേക്ക് നമ്മൾ പറഞ്ഞേക്കുന്നത് നമ്മുടെ ആരും പെർമിഷൻ വാങ്ങിയിട്ടൊന്നുമല്ല. സ്കൂളിലെത്തി കഴിയുമ്പോഴാണ് നമ്മൾ ഈ വാക്സിനേഷൻ ഡോസ് എടുക്കേണ്ട ആവശ്യം വരിക. ആദ്യം നമ്മൾ ഈ വാക്സിനേഷൻ ഡോസ് എടുക്കുന്ന സ്ഥലമാണ് 10ാം ക്ലാസ്. നമ്മളോട് പറയും, മോനെ ഉണ്ണി, നീ ഇത് പഠിക്ക്, നിന്റെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് ആണിത്. ഇത് പഠിച്ച് പാസ്സായാൽ പിന്നെ നിനക്ക് ഒന്നും പേടിക്കേണ്ട, നാട്ടിൽ ധൈര്യമായിട്ട് ഇറങ്ങി നടക്കാം. സുധാകരേട്ടൻ്റെ മോൻ കണ്ടില്ലേ, ഫുൾ A+ വാങ്ങി സിമ്പിൾ ആയിട്ടില്ല 10ാം ക്ലാസ് പാസ്സായതെന്ന്. ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ച ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് A+ രാഗത്തിലൊരു കാച്ചം കാച്ചി 10ാം ക്ലാസ് പാസ്. സത്യം പറയാലോ, കറിയിലിട്ട കരുവേപ്പില പോലെ എന്തിനാണ് ഈ സാധനം എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്തിനാണ് ഈ സാധനത്തിൽ ഇത്ര ഹൈപ്പ് എന്നും മനസ്സിലായില്ല. അവിടെ കൊണ്ട് തീരുമോ? ഇല്ല, ഉടനെ തന്നെ നമ്മൾ അടുത്ത ഡോസും കൂടി എടുക്കണം. +2. എൻ്റെ കേസിൽ അത് കുറച്ച് കൂടിയ കമ്പനിയുടെ ആയിരുന്നു, സയൻസ്. ഈ മലയാളം സീരിയലിലെ ക്ലീശ അമ്മായിമാരുണ്ടാവുമല്ലോ, ഉറക്കം കിടത്തിയും തല്ലിപ്പഴപ്പിച്ചും, ഇതുപോലെ എൻ്റെ ഉമ്മയും എന്നെ കൊണ്ട് +2 പാസ്സാക്കിപ്പിച്ചു. നമ്മുടെ ഹൗസ് വാമിങ്ങിന് കിട്ടിയ ഡിന്നർ സെറ്റ് പോലെ ഞാനത് വീട്ടിൽ അവിടെ എടുത്തു വെച്ചു എന്നല്ലാണ്ട് അത് വെച്ച് ചോറുണ്ണാനുള്ള ഗുണം ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല. അവിടെ കൊണ്ടും തീർന്നില്ല. 3ാമത്തെ ഡോസ് ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്, ബിടെക്. ഇത് പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് നാട്ടിൽ ധൈര്യമായിട്ട് ഇറങ്ങി നടക്കാം എന്നും പറഞ്ഞു. ഇന്നസെൻ്റ് ഏട്ടൻ പറഞ്ഞവര് വെള്ളപ്പക്കടയിൽ വെള്ളപ്പടിക്കുന്ന ഒരു ടീം നടിച്ചിരുന്ന പരിപാടിയല്ല, ഇത് കുറച്ച് കഷ്ടപ്പെടണം. പെട്ടു, സാധനം കിട്ടി. ഇപ്പം ഞാൻ നാട്ടിൽ നെഞ്ചും വിരിച്ച് ഇറങ്ങിയല്ല, എരന്നാണ് നടക്കുന്നത്. വല്ല ജോലിയും കിട്ടും അറിയാൻ വേണ്ടിയിട്ട്. ഇത് ബേസിക്കലി ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാരുടെ സ്വഭാവവും ഈ യൂട്യൂബേഴ്സിൻ്റെ സ്വഭാവവും ഏകദേശം ഒരുപോലെ തന്നെയാണ്. യൂട്യൂബിൽ ആരെങ്കിലും ഒരു കണ്ടന്റ് ഇറക്കി അത് ട്രെൻഡിങ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സകലമാന യൂട്യൂബേഴ്സും അതായിരിക്കും ഇറക്കുക. ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു അയൽവാസിയുടെ മോൻ എന്തെങ്കിലും പഠിച്ച് അവൻ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ജില്ലയിലുള്ള സകലമാന അച്ഛനമ്മമാരും അതേ സാധനം പഠിച്ചാലേ എൻ്റെ മോൻ രക്ഷപ്പെടുള്ളൂ എന്ന് പറഞ്ഞിരിക്കുക. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, 6ാം ക്ലാസ് വരെ ഞാനും അവനും പുറത്താണ് പഠിച്ചത്. അവൻ ദുബായിലും ഞാൻ ക്ലാസ്സിൻ്റെ പുറത്തും. ഇവൻ ഈ നാട്ടിൽ വന്നപ്പോഴാണ് മലയാളം പഠിക്കുന്നത്. മലയാളം എനിക്ക് ദുബായ് പഠിച്ചുകൊണ്ട് കുറച്ചേ അറിയുള്ളൂ. ഇംഗ്ലീഷ് പക്ഷേ ഇവന് ഒട്ടും അറിയില്ല. അപ്പം മലയാളം സാറ് ഈ ഒറ്റ വാക്യത്തിലാക്കുക എന്നുള്ള സാധനം ഉണ്ടല്ലോ, നമ്മുടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ മൂപ്പ് എത്താത്ത തേങ്ങ ഇളഞ്ഞി എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. അപ്പോൾ ഇത് ഇവൻ നാട്ടിൽ വന്നപ്പോൾ സാറ് കുറച്ച് സ്പീഡിലാണ് പഠിപ്പിക്കുന്നത്. മൂപ്പെത്താത്ത തേങ്ങ ഇളഞ്ഞിന്ന് വിളിക്കും, മൂപ്പെത്താത്ത തേങ്ങ ഇളഞ്ഞിന്ന് വിളിക്കും, മൂപ്പെത്താത്ത തേങ്ങ ഇളഞ്ഞി വിളിക്കും. അപ്പോൾ ഇവൻ ഈ ഡൗട്ട് ചോദിക്കുന്നതിലുള്ള പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് ഇവൻ കയ്യങ്ങ് ഒന്നിച്ചു. സാറ് പറഞ്ഞു, എന്താ നിന്റെ ഡൗട്ട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ മൂപ്പത്താത്ത മാത്രം എന്താ തേങ്ങനെ ഇളഞ്ഞിന്ന് വിളിക്കുന്നത്, നമുക്കും വിളിച്ചൂടെ എന്ന് ചോദിച്ചു. ഇവൻ്റെ PSCക്ക് ചോദിച്ച ചോദ്യം പോലെ ആ ക്ലാസ്സിലുള്ള ആർക്കും എൻ്റെ ഡൗട്ട് മനസ്സിലായില്ല. എന്തിന് സാറിന് പോലും മനസ്സിലായില്ല. പക്ഷെ എനിക്ക് മനസ്സിലായി. കാരണം ഞങ്ങളുടെ നാട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിക്കുടുത്താത്ത, പാന്താത്ത, കദീസ്താത്ത, ബീവാത്ത, ഇങ്ങനെ കുറേ ഇത്താത്തമാരുള്ള നാടാണ്. ഇവൻ വിചാരിച്ച് ഈ മൂപ്പത്താത്ത എന്ന് പറഞ്ഞപ്പോൾ ആ നാട്ടിലുള്ള ഏതോ ഒരു ഇത്താത്തയാണ്. ഈ ഇത്താത്തയാണ് ഈ തേങ്ങ ഇരുന്നിട്ട് ഇളഞ്ഞി എന്ന് വിളിക്കുന്നത്.
ഞാനും ഇവനും കൂടി ഇവന് മേലാസകലം ചൊറി വന്നിട്ട് ഞങ്ങളുടെ നാട്ടിലുള്ള വലിയൊരു ഡോക്ടറുണ്ട്, ഉണ്ണി ഡോക്ടർ എന്ന പേര്. പുള്ളിയെ കാണിക്കാൻ ചെന്നു. അവിടെ ചെന്നപ്പം പുള്ളിയുടെ മോളാണ് ഉള്ളത്. ഇവൻ്റെ അസുഖം മാറി, ഇവന് വേറൊരു അസുഖം കൂടി വന്നു. ഈ പെൺപിള്ളേരെ കാണുമ്പോൾ ചിലവർക്ക് ഉണ്ടാകുന്ന അസുഖമുണ്ട്. ഇപ്പം പറഞ്ഞു നമുക്ക് ഇവിടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു അത് വേണോ, വെറുതെ നാണം കെടും. ഇത് സിമ്പിളാണ്, നമുക്ക് ആവശ്യമുള്ള ഇംഗ്ലീഷൊക്കെ നമ്മൾ ഇപ്പം തന്നെ മൊബൈലിൽ നോക്കിയിട്ട് പഠിച്ചു വെക്കുന്നു. എന്നിട്ട് എന്തെങ്കിലും അവിടുന്ന് കിട്ടാത്ത വരികയാണെങ്കിൽ ഞാൻ നിനക്ക് സിഗ്നൽ തരാം, നീ മൊബൈലിൽ നോക്കിയാൽ മതിയാണ്. ഞാൻ പറഞ്ഞു ഓക്കെ. ഞങ്ങൾ ഉള്ളിൽ കയറി ഞങ്ങൾ ഇവളോട് സംസാരിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ പരബോറ. എവളെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രഞ്ജി പണിക്കർ എഴുതിയ സ്ക്രിപ്റ്റ് മമ്മൂട്ടി പറഞ്ഞാൽ എങ്ങനെയിരിക്കും അതുപോലെ പടപടപടാ ഇംഗ്ലീഷ്. ഓക്കെ വാട്ട്സ് യുവർ പ്രോബ്ലം, യെസ് ലെറ്റ് മീ ഹാവ് എ ലുക്ക്, യാ വാട്ട്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇവള് പറപറാന്ന് ഇംഗ്ലീഷ്. ഇത് കേട്ടിട്ട് ഞങ്ങൾ ഈ പാർലമെന്റിലെ നേതാക്കന്മാർ പ്രസംഗം കേട്ടായിരുന്നു ഇങ്ങനെ ഗൗരവത്തിലിരിക്കുമല്ലോ, അതുപോലെ തന്നെ ഞങ്ങൾ കുറച്ച് ഗൗരവത്തിലിരുന്നു. ഒക്കെ മനസ്സിലാവുന്നുണ്ടെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവൾ ആ ചോദ്യം ചോദിച്ചത്, ഡു യു ഹാവ് എനി റാഷസ് ഓഫ് യുവർ ട്രങ്ക്? ഈ ട്രങ്ക് എന്നുള്ള വാക്ക് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതെന്താന്ന് മനസ്സിലാവുന്നില്ല. ഈ കലോത്സവത്തിലും മൂകാഭിനയത്തിന് കാണിക്കുന്നവർ ഇവൻ എന്നെ കുറെ കണ്ണിറുക്കി കാണിച്ചു മൊബൈലിൽ നോക്കാൻ. ഞാൻ ഈ സാധനം നോക്കിയിട്ട് കിട്ടണ്ടേ. ഉണ്ണി ഡോക്ടർ കയറി വന്നു. ഉണ്ണി ഡോക്ടർ ചോദിച്ചു എന്താ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇങ്ങനെ ട്രങ്കിൽ ഇവർക്ക് റാഷസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അയാൾ പറഞ്ഞു അതിനെന്താ പ്രശ്നം, ജസ്റ്റ് ഒന്ന് ഷർട്ട് അയച്ചാൽ പോരെയെന്ന് ചോദിച്ചു. ഷർട്ട് അയച്ചാൽ മതിയൊന്ന്. അപ്പോൾ ഇയാൾ പറഞ്ഞു പൊന്നു മോനെ, മെഡിക്കൽ ടേമിൽ ട്രങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ കൗത്തിൻ്റെ ഇവിടം തൊട്ടിട്ട് പള്ളൻ്റെ ഇവിടം വരെയുള്ള സ്ഥലമാണ്. ഇതൊന്ന് ഷർട്ട് അയച്ചു കൊടുത്താൽ കാണാവുന്ന പ്രശ്നമുള്ളൂ. മര്യാദയ്ക്ക് ഇത് അറിയില്ലെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അവിടെ വെച്ച് അവനക്ക് 2 അസുഖത്തിനുള്ള മരുന്ന് കിട്ടി. ഒന്ന് ഈ പെൺപിള്ളേരെ കാണുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനും, ഒന്ന് അവൻ്റെ ചൊറിക്കുള്ളതായിരുന്നു. പക്ഷെ ആളിങ്ങനെയൊക്കെ ആണെങ്കിലും ആളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പണി ഏൽപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പണി ഇവൻ പറഞ്ഞതുപോലെ എടുക്കും. ഇവൻ ഒരു വക പഠിക്കാത്തതുകൊണ്ടും പിന്നെ ഇവൻ ഈ ദുബായിൽ നിന്ന് വന്നുകൊണ്ടും ഈ എല്ലാ ലോക മലയാളി അച്ഛനമ്മമാരെ പോലെ തന്നെയും ഇവനും വീടിൻ്റെ പുറത്തേക്ക് വിടാറില്ല. പുറത്തേക്ക് വിട്ട ആഗോളതാപനം മൂലം ഇവൻ്റെ ബുദ്ധി ഉള്ളതും കൂടി നശിച്ചു പോകുമെന്നാണ് ഇവരുടെ ഒരു നിഗമനം. അപ്പം ഇവനെ പുറത്തുവിടാത്തത് ഇവർക്ക് ആർക്കും അറിയില്ല. ഇവൻ്റെ വീട്ടിൽ ഇവൻ്റെ മൂത്തമ്മയും ഇവൻ്റെ മൂത്തമ്മയുടെ മരുവോളും കൂടി ഒരു ദിവസം വന്നു. ഞാനും ഇവനും വീട്ടിൽ നിന്ന് മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുക. ആ മൂത്തമ്മയ്ക്ക് എന്തോ 500 രൂപയ്ക്ക് ചില്ലറ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവന് ഭയങ്കര സന്തോഷം. ഇവൻ കേട്ട പാതി കേൾക്കാത്ത പാതി. മൂത്തമ്മ പറഞ്ഞു നീ ആ മുന്നിലുള്ള പലചരക്കടയിൽ ചില്ലറ ഉണ്ട് 500 രൂപയ്ക്ക് നോക്കുക. കേട്ട പാതി കേൾക്കാത്ത പാടി ഗ്രഹണി പിടിച്ച പിള്ളേർ ചക്കക്കൂട്ടാൻ കണ്ടാൽ മതി ആ പീടിയിലേക്ക് ഓടിച്ചെന്ന് അവിടെ നിന്ന് വളരെ നിരാശനായി തിരിച്ചു വന്നിട്ട് പറഞ്ഞു അവിടെ ഇല്ലാന്ന്. തിരിച്ചു വന്നപ്പോൾ മരോളായിരുന്നുള്ളത്. മരോള് പറഞ്ഞു നീ ഇന്ന് അങ്ങാടിയിലൊന്ന് പോയി നോക്കുമെന്ന്. വെറുതെ ഇരിക്കുമ്പോൾ അമേരിക്കയിലേക്ക് വിസ കിട്ടിയ രമേശ് ചേട്ടനെ പോലെ ഇവനൊരു ഒറ്റ ഓട്ടം ഓടിയിട്ട് സകലമാന പീടികളിലും കയറി ഇറങ്ങുക. ഞങ്ങളുടെ ഒരു കാര്യസ്ഥനുണ്ട്, പുള്ളി അഹമ്മദ് എന്നാ പേര്. പുള്ളി വെള്ളയും വെള്ളയൊക്കെ ഇട്ടിട്ട് നമ്മളെ ലാലേട്ടൻ മെലിഞ്ഞൊട്ടിയിട്ട് ഒരു മീശയൊക്കെ വെച്ചാൽ അങ്ങനെ ഉണ്ടാവും. അതുപോലെയാണ് പുള്ളി. നോക്കുമ്പോൾ പൂമ്പാറ്റ പരാഗണം ചെയ്യുന്ന മാതിരി ഒരു സാധനം ഇങ്ങനെ കടകളിൽ ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്നു. എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചാൽ എന്താ കാര്യം എന്താ? അവൻ പറഞ്ഞു ഞാനിങ്ങനെ 500 രൂപയ്ക്ക് ചില്ലറുണ്ടോ നോക്കാൻ വന്നതാണ്. അപ്പോൾ അയമാക്ക പറഞ്ഞു നീ ഇവിടെ നോക്കിയിട്ടൊന്നും കാര്യമില്ല കുട്ടി റാഷാപ്പ് പോയി നോക്കിയാൽ അവൻ ഒറ്റയ്ക്ക് വിട്ടിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് പുള്ളിയും കൂടി കൂട്ടം ചെന്ന് അവിടെ ചെന്ന് റാഷോപ്പിൻ്റെ മുന്നിലാണെങ്കിൽ ജനപ്രവാഹം. ഈ ഒടിയൻ്റെ ഫസ്റ്റ് ഡേക്ക് ടിക്കറ്റ് എടുക്കാൻ ചെന്ന മാതിരി വൻകിട ആൾക്കാർ. ഇവൻ അവിടെ ചെന്ന് ഒരു 500 രൂപയ്ക്ക് ചില്ലറ വയ്ക്കാൻ ചെന്നപ്പോൾ അവിടുന്ന് ഒരാൾ പിടിച്ച് തള്ളി ഇവനെ. പടം മാറി ലൂസിഫറായി. അയമാക്ക മുണ്ടങ്ങ് മടക്കി ചെന്ന് ഇവരുടെ അടുത്തേക്ക് എന്താണ് എൻ്റെ കുട്ടി 500 രൂപയ്ക്കല്ല ചില്ലറ വെച്ചു പറഞ്ഞിട്ട് ആകെ ബഹളം. കച്ചറയായി അയമാക്കനെ തല്ലി. ഇവരിതായി അയമാക്കൻ്റെ ഷർട്ട് കീറി. അയമാക്കൻ്റെ ഷർട്ടിൽ ചളിയായി, ബട്ടൺസ് പൊട്ടി, പോക്കറ്റ് കീറി, ആകെ സീനായ പോലത്തെ റേഷാപ്പരം പേടിച്ചിട്ട് വേഗം തൈ 5, 20, 10. കാരണം റേഷോപ്പല്ലേ അവിടെ 5, 20 ഒക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. വേഗം എടുത്ത് കഴിഞ്ഞാൽ 500 ചില്ലറ എന്നാ അയമാതെ 500 ചില്ലറ കൊണ്ടുപോയിക്കാറ്. അയമാക്ക അതങ്ങോട്ട് വാങ്ങിട്ട് എന്നാ കുട്ടിയെ 500 ചില്ലറ കൊടുക്കുക 500 ഒറ്റനോട്ട് അങ്ങോട്ട്. വളരെ നിഷ്കളങ്കമായിട്ടുള്ളൊരു ചിരി ചിരിച്ചുകൊണ്ട് അവൻ അയമാക്കനോട് പറഞ്ഞു എൻ്റെ അടുത്ത് അതിന് 500 രൂപേൻ്റെ ഒറ്റനോട്ടില്ല. അയമാക്ക വെച്ച് അല്ല കുട്ടിയല്ല അപ്പം 500 രൂപയ്ക്ക് ചില്ലറ വാങ്ങാൻ വന്നു ചോദിച്ച്. 500 രൂപയ്ക്ക് ചില്ലറ വാങ്ങാനല്ല, 500 രൂപയ്ക്ക് ചില്ലറ ഉണ്ടോ നോക്കാനാണ് മൂത്തമ്മനോട് പറഞ്ഞത്. ഞാൻ പോട്ടെ കുറച്ച് കഞ്ഞി എടുക്കട്ടെ അഹമ്മദേ. താങ്ക് യു. ഹരിസ്ലാൻ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. നല്ല ജോഷോടെ ആവേശത്തോടെ രസമായിട്ട് പ്രസന്റ് ചെയ്തു. ഗംഭീരമായിരുന്നു. കാരണം വേറെ ഒരു ബ്രേക്ക് വരും ഒന്നുമില്ല. കറക്റ്റ് നല്ല ഫ്ലോയിൽ പോയി. ശരിക്കും ഏതുവരെ പഠിച്ചു? ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചത്, നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്. ഒരേ ലോ കോളേജിൽ നിന്ന് തന്നെ ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്. അവർ ഒരേ മാർക്കോടുകൂടി പാസ്സാകുന്നു. സംഗീത കോളേജിൽ നിന്ന് ഒരേ മാർക്കോടെ പാസ്സാകുന്നു. നമ്മുടെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരേ മാർക്കോടുകൂടി പാസ്സായ ശേഷവും ഒരേ മാർക്കോടെ പാസ്സായ എല്ലാവരും ഒരേ ലെവലിൽ ജീവിതത്തിൽ പോകുന്നില്ല.
ചിലർ വേറെ പണിക്ക് പോകും, ചിലർ ആ കരിയറിൽ അങ്ങെത്തും, ചിലർ നോർമലായിട്ട് നിൽക്കും, തുടങ്ങിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതാണ് ആ പോയിന്റ് തൊട്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിനെ സമീപിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യം വരുന്നത്. നമുക്ക് കിട്ടിയ അറിവ് കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും അല്ലെങ്കിലുമെല്ലാം ഇത് എവിടെ, എങ്ങനെ, എപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കണം, ആ അറിവ് ഉപയോഗിക്കണോ അതോ ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ വേറെ അറിവ് നേടണോ തുടങ്ങിയിട്ടാണ് ഇപ്പം സത്യത്തിൽ എല്ലാ കാര്യങ്ങളും മാറിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തന്നെ പറയില്ല, ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് പണ്ടാണ്, ഇപ്പോൾ സ്മാർട്ട് വർക്കാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങൾ പലതും നമ്മളെ സംബന്ധിച്ച് ഒരുപക്ഷെ ചാവുന്നവരെ ഉപയോഗത്തിൽ വരുന്നില്ലെങ്കിലും എല്ലാ ദിവസവും നാളത്തേക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഏറ്റവും നല്ലതായിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഒരു കഥ, ഒരു കോഴിയുടെ കഥ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഒരു ഹോട്ടലിൽ കോഴിയാണ് ക്യാഷിലിരിക്കുന്നത്. അപ്പോൾ ഈ കോഴി തമിഴം വന്ന തമിഴിൽ സംസാരിക്കും, ഹിന്ദി സംസാരിക്കും, തെലുങ്ക് സംസാരിക്കും, ഇംഗ്ലീഷ്, അങ്ങനെ 5 ഭാഷയോളം സംസാരിക്കും കോഴി. അപ്പോൾ ഒരു ബിസിനസ്സുകാരൻ അവിടെ നിന്ന് ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഈ കോഴിനെ മേടിക്കാൻ താല്പരിച്ച്, അങ്ങനെ പുള്ളി വില പറഞ്ഞാൽ കൊടുക്കൂലെന്ന് തോന്നുന്നു. എൻ്റെ ഈ കോഴിയാണ്, ഒരേ ഒരു കോഴിയുള്ള ഇങ്ങനെ സംസാരിക്കണം. അങ്ങനെ പറഞ്ഞ് 5 ലക്ഷം രൂപ കൊടുത്തിട്ട് ആ കോഴിനെ പുള്ളി വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പുള്ളി കോഴി കാറി കിടക്കുന്ന നേരെ വീട്ടിൽ കയറി പുള്ളി കുളിച്ച് റെഡിയാക്കി വന്നു. വൈഫ് പറഞ്ഞാൽ എന്തെങ്കിലും കഴിച്ചാലെന്ന് ചോദിക്കും. കഴിക്കാൻ എന്താ ഉള്ളത്? ചപ്പാത്തി, ചിക്കൻ ഉണ്ടെന്ന് പറഞ്ഞു. ചിക്കൻ എവിടെ നിന്ന് കിട്ടി? നിങ്ങളല്ലേ കാറിൽ മേടിച്ചിട്ടേച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, എടി മഹാഭാവി 5 ഭാഷ സംസാരിക്കുന്ന കോഴിയാണെന്ന് പറഞ്ഞു. ഇന്ന് പോവാ മനുഷ്യനെ, 5 ഭാഷ സംസാരിക്കുന്ന കോഴിക്ക് ഞാൻ കത്തി വെച്ചപ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു ഭാഷ എന്നോട് പറയാൻ പാടില്ല, എന്നെ പോലെ ഞാൻ ഇത്ര ഭാഷ സംസാരിക്കണം. അപ്പോൾ അതുപോലെ അത് എവിടെ നമ്മളെന്തോരം പഠിക്കണം എന്നുള്ളതല്ല, സമയത്ത് അത് എപ്പോഴാണ് അത് പ്രസന്റ് ചെയ്യണമെന്നുള്ളത്. ഈ കോഴി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം 2000 മുതൽ 2003 വരെയൊക്കെ ജയൻ ഒരു തരംഗമായിട്ട് നിൽക്കുകയാണ്. എല്ലാ ട്രൂപ്പിലും ഒരു ജയന്റെ അപരൻ വരും. ജയന്റെ അപരൻ സ്റ്റേജിൽ വരുമ്പോൾ ഇന്നൊരു സൂപ്പർ സ്റ്റാർ വരുമ്പോൾ എന്ത് കൈഡി കിട്ടുമോ അതേ കൈഡി കിട്ടും. നമ്മുടെ ട്രൂപ്പിന്റെ പോസ്റ്ററുകളിൽ ജയന്റെ അപരൻ ഉണ്ടോ എന്ന് ബുക്ക് ചെയ്യാൻ വരുന്നവർ നോക്കും. ജയനില്ലാത്ത ട്രൂപ്പിനെ അന്ന് ബുക്ക് ചെയ്യത്തില്ലായിരുന്നു. കാരണം ജയൻ വേണം, ജയൻ ഉണ്ടെങ്കിൽ നമുക്കൊരു പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥയിൽ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സലിഞ്ചേട്ടൻ്റെ ട്രൂപ്പിലായിരുന്നപ്പോൾ ഒരു ജയൻ വരുന്നുണ്ട് ഞങ്ങളുടെ ഷോയിൽ. അപ്പോൾ ഞങ്ങൾ എങ്ങനെ ചെയ്യുന്ന വെച്ചാൽ ഒരു മന്ത്രവാദി വന്നൊരു പൂജയൊക്കെ ചെയ്ത് ഹോ ഹൂ എന്നൊക്കെ പറഞ്ഞിട്ട് ജയൻ വീണ്ടും വരുന്നതായിട്ടാണ് ഇതിൻ്റെ ഇൻ്റർവെല്ല്, ഞങ്ങളുടെ ട്രൂപ്പിൻ്റെ ഇൻ്റർവെല്ല്. അപ്പോൾ സലീമേട്ടൻ അന്ന് ഷൂട്ടിങ്ങിന് പോയിട്ട് പല സ്ഥലങ്ങളിൽ പോയിട്ട് പലതരം കോഴികളെയൊക്കെ കൊണ്ടുവരും, വീട്ടിലോട്ടൊക്കെ കൊണ്ടുവരും. അപ്പോൾ ഒരു വലിയ ഷോ വന്നപ്പോൾ സലീമേട്ടൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഷോയ്ക്ക് പോകുമ്പോൾ ഒരു ബ്ലാങ്ക് ആയിട്ടിരിക്കേണ്ട ഈ മന്ത്രവാദി വന്നിട്ട് ഈ പൂജയൊക്കെ ചെയ്യുമ്പം ഒരു കോഴീനൊക്കെ എടുത്ത് പൊക്കിയിട്ട് പറപ്പിച്ച് ഈ കോഴി സ്റ്റേജിൽ നിന്ന് ചിറകിട്ടൊക്കെ അടിക്കുമ്പോൾ കാണുന്നവർക്കൊക്കെ ഒരു വലിപ്പം തോന്നില്ല. നീ ഒരു കോഴീനെ പിടിച്ചുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു എന്നോട്. ഞാൻ സലീമേട്ടൻ്റെ വീട്ടിൽ നിന്നൊരു കോഴിയെ പിടിച്ച് പതുക്കെ കാലൊക്കെ കെട്ടി ട്രൂപ്പിൻ്റെ വണ്ടിയുടെ അടിയിൽ വെച്ച് കോഴിക്കോട് അപ്പുറം പരിപാടിക്ക് പോയി. സ്റ്റേജിൽ കോഴി നല്ല വിജയമായി, എല്ലാവരും നന്നായിട്ട് കൈയടിച്ചു. കോഴിയുടെ നിങ്ങൾ കോഴിയെ കൊണ്ടുവന്നതാണോ എന്നൊക്കെ ചിലർ ചോദിക്കാൻ തുടങ്ങി. ചെറിയൊരു സാധനമാണേലും ഒരു ലഡുവിൽ മുന്തിരിങ്ങ വെച്ച പോലെ ആ കോഴി ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഇനമായി മാറി. തിരിച്ച് കോഴിയെ വണ്ടി വെച്ച് ഞങ്ങളെല്ലാം വണ്ടിയിലിരുന്ന് ഉറങ്ങി തിരിച്ചു വരികയാണ്. ഇനിയാണ് ട്രാജഡി. ഒരു കുറ്റിപ്പുറമൊക്കെ കഴിഞ്ഞ് വെളുപ്പിനൊരു 5:30-6 മണിയായപ്പോൾ ഈ കോഴി കൂവാൻ തുടങ്ങി. ഞങ്ങൾ ഉറക്കമില്ലാതെ എല്ലാ ദിവസവും പരിപാടി ചെയ്യുന്ന ഞങ്ങൾ ട്രൂപ്പിൻ്റെ വണ്ടിയിൽ കിടന്നുറങ്ങുമ്പോൾ സീറ്റിൻ്റെ അടിയിൽ കിടന്ന് പറഞ്ഞ് ഭയങ്കര കൂക്ക്, ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പം എൻ്റെ കൂടെ കടിക്കുന്ന കിഷോർ എന്ന് പറഞ്ഞെടുത്തും പറയാ, ഷർജി അതിനെടുത്ത് കളാ, ആൾക്കാരുടെ കൂവല് കേട്ട് തന്നെ മടുത്ത്, എനിക്ക് കോഴിയുടെ കൂടെ കൂവല് കേൾക്കാൻ വയ്യെന്ന്. ഹരിസ്ലാൻ, താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം. വെൽക്കം ബാക്ക് ടു ഫൺസ് അപ്പോൺ എ ടൈം. നമസ്കാരം സാറേ, ഞാൻ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. എന്നിട്ട് ഞാൻ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തു ഇവിടെ വന്നിട്ടേ. ഇപ്പൊ ബ്രേക്ക് ആണല്ലോ. ബ്രേക്ക് അല്ല, ബ്രേക്ക് സമയത്ത് ഞാൻ കണ്ടായിരുന്നു ചേട്ടനെ താഴെ. അതെ, നമ്മുടെ ഒരു പെർഫോമൻസ് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പൊ അതൊരു വൈൻഡപ്പിനുള്ള പരിപാടികൾ നിൽക്കുന്നു. എനിക്കൊരു 2 മിനിറ്റ് മതി. 2 മിനിറ്റ്, ഒരു 2 മിനിറ്റ് എന്റെ ഒരു പ്രോഡക്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പോവാ. എന്താണ് പറഞ്ഞോളൂ സാർ. നിങ്ങളെല്ലാം കലാകാരന്മാരാണല്ലോ, അതെ, തമാശ പറയുന്നവരുമാണ്. അതെ. അപ്പൊ ഈ തമാശകൾ പറഞ്ഞ് അത് ചീഞ്ഞു പോയാല് അവർക്ക് പറ്റിയ ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് സാർ. ഇത് തമാശയ്ക്ക് വേണ്ടിയുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ്. അയ്യോ, തമാശക്കൊന്നും ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല, സീരിയസ് ആയിട്ടാണ് നമ്മൾ സംസാരിക്കുക. അയ്യോ, അങ്ങനല്ല, തമാശ ഫണ്ണി, തമാശ പറയുന്നത്. അതായത് നിങ്ങളെ കലാകാരന്മാരല്ലേ, തമാശകളൊക്കെ പറഞ്ഞല്ലേ ജീവിക്കുന്നത്. നമ്മുടെ തമാശകൾ എവിടെയെങ്കിലും ചീഞ്ഞു പോയാൽ അതിനെന്തെങ്കിലും സുരക്ഷ ഉണ്ടോ സാറേ? എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? ഇല്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയാണിത്. അല്ല പക്ഷേ തമാശയൊക്കെ അങ്ങനെ ചെയ്യൂ? ഓ, നിന്റെ 5 വർഷം മുമ്പുള്ള സ്കിറ്റുകളൊക്കെ ഒന്ന് കണ്ടു നോക്ക്.
സാറും തമാശക്ക് അത്ര മോശമൊന്നും അല്ല. അല്ല അപ്പൊ ഈ എന്താണ് ഈ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര്? സാർ ഇത് ഫലിത ജീവൻ പദ്ധതി എന്നാണ് ഇതിൻ്റെ ഒരു പേര്. അതായത് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ചേർന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 1000 രൂപ കൊടുത്ത് ഇതിനകത്ത് ചേരുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ ഒരു 1000 രൂപ കൊടുത്ത് ഇതിനകത്ത് ചേരുമ്പം നമ്മളൊരു തമാശ ഇപ്പോൾ സ്റ്റേജിലൊക്കെ പോയി പറയുന്നു, ഒരു തമാശ പറഞ്ഞ് അത് ചീഞ്ഞു പോയി. അപ്പോൾ 1 or 2 കൂവലുകൾ, ചിലപ്പോൾ 5 or 6 കൂവലുകളൊക്കെ വരാം. അങ്ങനെ കൂവൽ വന്ന് ഇത് ചീഞ്ഞു പോയത് ബോധ്യപ്പെടും. ഇത് കമ്പനിക്ക് അങ്ങനെ ബോധ്യപ്പെട്ടാൽ നിങ്ങൾക്ക് 1100 രൂപ കമ്പനി തരും. അങ്ങനൊരു പദ്ധതി. ഇനി കൂവലിൻ്റെ എണ്ണം കൂടുകയും ചീമുട്ട കല്ല് ഒക്കെ ചെറിയല്ലോ, അങ്ങനെ കുറച്ചുകൂടെ ഇത് വലുതാകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1500-2000 രൂപ വരെ ഇത് കിട്ടും. കമ്പനിക്ക് ബോധ്യപ്പെടണം. ഇതേ ഇത് ഇപ്പോഴല്ല, മുമ്പ് കിട്ടിയ കണക്ക് കൂട്ടാൻ പറ്റും ഇതിലേക്ക്? അത് പറ്റത്തില്ല സാർ, പുതിയത് വേണം. അതെ അതെ അതെ, പുതിയതില്ല, പുതുതായിട്ട് ഇപ്പോൾ ലോഞ്ച് ചെയ്തതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇനി ഇതിൻ്റെ ഡെപ്ത് കൂടും. ഇനി ആൾക്കാർ കെട്ടിയിട്ട് തല്ലുക അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ കാശ് കൂടിക്കൊണ്ടേയിരിക്കും. അതാണ് ഈ ഫലിത ജീവൻ എന്ന് പറയുന്ന ഈ ഒരു. വേറെ ഉണ്ട്, വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ട്? ഇപ്പൊ ഇത്രയും നമുക്ക് ഇതിന്റെ പ്രീമിയം എത്രയെന്നൊന്നും അറിയത്തില്ല, നമ്മളെല്ലാം തമാശ പറയുന്നതാണ്. എന്നാലും തമാശയ്ക്ക് ഒരു പരിരക്ഷ കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കലാകാരന്മാർക്ക് എല്ലാവർക്കും ഭയങ്കര ഗുണം ചെയ്യും. ഒന്ന് ആലോചിക്കണം സാർ, നമ്മൾ ഒരുപാട് നാളുകൊണ്ട് പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഒരു തമാശ ഒരു നിമിഷം മതി തകർന്നടിഞ്ഞു പോകാൻ. എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ സാർ? അതുകൊണ്ട് ഇതിനകത്ത് 1000 രൂപയേ ഉള്ളൂ സാർ ഈ പദ്ധതിക്ക്. വേറെ എന്തെങ്കിലും പ്ലാൻ? വേറെ എന്ന് പറഞ്ഞുണ്ട് കൗണ്ടർ മിത്ര. കൗണ്ടർ മിത്ര അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇപ്പോൾ നമ്മൾ ഈ കൗണ്ടർ മാറി അടിക്കും. അതായത് മരണ വീട്ടിൽ ചെന്നിട്ട് കല്യാണ വീടിന്റെ കൗണ്ടർ അടിച്ച് കളയും. അത് ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാ കേട്ടോ. അല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞു. കയറി കൊടുക്കില്ലേ? അങ്ങനെ മാറി പറഞ്ഞപ്പോൾ കല്യാണ വീട്ടിൽ ചെന്നിട്ട് മരണ വീടിൻ്റെ പറഞ്ഞാലോ എങ്ങനെ ഇരിക്കും അവസ്ഥ? അങ്ങനെ കൗണ്ടറുകൾ മാറിപ്പോവുകയും ചെയ്യുകയും ചെയ്യുമ്പം തല്ല് കിട്ടും, അടി കിട്ടും, അപകടം ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് കൗണ്ടർ മിത്ര. അങ്ങനെയുള്ള ഒരു ദിവസം ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ പൊളിയാണെന്നിരിക്കട്ടെ, അങ്ങനെയുള്ളവർക്ക് കിട്ടുന്ന 3000 രൂപയും ഒരു ഭവനും മോളിയും. ഇവിടെ വന്നത് സ്റ്റാൻഡപ്പ് കോമഡിയിൽ ഒരുപാട് തമാശ പറയാൻ ആൾക്കാർ വരുന്നുണ്ടല്ലോ, അവരെയൊക്കെ ഈ പദ്ധതിയിലൊക്കെ ഒന്ന് ചേർപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. താഴെ അവരൊക്കെ നിൽപ്പുണ്ട്, ഞാൻ അവരെയൊക്കെ ഇതിനകത്തൊന്ന് കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ ഞങ്ങളെ ഒന്നും ഇതിലൊന്നും ചേർക്കാൻ പറ്റത്തില്ലേ? നിങ്ങളെയൊക്കെ ഇതിനകത്ത് ചേർക്കാൻ പറ്റുമോ? അതുകൊണ്ടല്ല, നേരെ ചൊവ്വേ ഒരു തമാശയെങ്കിലും പറയുന്നവരെ മാത്രമേ ഇതിനകത്ത് ചേർക്കത്തുള്ളൂ. നിങ്ങളെയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കമ്പനി പൂട്ടി പോവുവേ, ഞാനതിന് കൂട്ടിക്കത്തില്ല. അങ്ങനെ ഫൺസ് അപ്പോൺ എ ടൈമിന്റെ മറ്റൊരു വളരെ രസകരമായ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. മറ്റൊരു മനോഹരമായ എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. Until then, it's bye from Once Upon a Time.